നമസ്കാരം. അഘോരവിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്നത് 2026 ഏപ്രിൽ 6-ാം തീയതി പുലർച്ചെ 1:04 ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തൻ്റെ സ്വന്തം നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൽ പ്രവേശിക്കും. ഈ പ്രവേശനം കൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ, ഇത് 4 രാശിക്കാർക്ക് അനുകൂല ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുക. 2026 ഏപ്രിൽ 16 വരെ ഈ നക്ഷത്രത്തിൽ തുടരും. ഈ ഒരു കാലയളവ് ചെറിയ കാലയളവാണ്, 10 ദിവസത്തെ കാലയളവാണ്. ഈ ഒരു കാലയളവ് കൊണ്ട് ആ 10 ദിവസം കൊണ്ട് തന്നെ ജീവിതം മാറി മറയുന്ന ചില രാശിക്കാരുണ്ട്. ആ രാശിക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നല്ല ഗുണഫലങ്ങളായിരിക്കും. അതായത് ഭൗതിക ജീവിതത്തിൽ സമ്പത്തിൻ്റെയും ഈ ഭൗതികമായ ജീവിതത്തിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ ബലവാനായിട്ട് നമ്മുടെ ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സർവം മുടങ്ങിക്കിടക്കുന്ന എല്ലാ പ്രവർത്തികളും പുനരാരംഭിക്കാനും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും, ഐശ്വര്യം ഉണ്ടാവാനും, അതുപോലെ തന്നെയാണ് ഭൗതിക ജീവിതത്തിൽ സന്തോഷകരമായ കുടുംബ ജീവിതത്തിനൊക്കെ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നത് നന്നായിരിക്കും. അവരുടെ ജീവിതം എന്നും അഭിവൃദ്ധിയും അനുഗ്രഹവും നിറഞ്ഞതായിരിക്കും. പ്രശ്നങ്ങൾ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പൊ ശുക്രന്റെ ബലാബലം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനാണോ അല്ലയോ എന്ന് പരിശോധിക്കുക. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കുടുംബങ്ങളിലേക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ മാസവും കറുത്ത വാവിന് അമാവാസി പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജാതക വിശകലനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ജാതകത്തിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ജാതകമില്ലാത്തവർ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി എഴുതി അറിയിക്കുക. ചെറിയൊരു ദക്ഷിണ ഈടാക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തടസ്സം മാറി ജീവിത പുരോഗതി വരാനുള്ള പല തരത്തിലുള്ള വഴികളുണ്ട്. അത് പൂർണ്ണമായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ആ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ 2026 ഏപ്രിൽ 6 പുലർച്ചെ 1:04 ശുക്രൻ സ്വന്തം നക്ഷത്രത്തിൽ മാറും. 16 വരെയാണ് അവിടെ തുടരുക എന്ന് പറഞ്ഞു. ഈ കാലയളവിൽ 4 രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഏറ്റവും ശുഭകരമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക. അതിൽ ആദ്യത്തെ രാശിയാണ് വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന ഈ ശുക്രൻ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് അതില് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ജീവിതത്തിൽ ഉടനീളം അഭിവൃദ്ധിക്ക് സാധ്യത കാണുന്നു. അവരുടെ എല്ലാ പ്രവൃത്തികളും തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് പുനരാരംഭിക്കാൻ ഈ 10 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ വൃശ്ചിക രാശിക്കാർക്ക് സാധിക്കും. ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ ഗുണഫലങ്ങളും ലഭിക്കുമെന്ന് തീർച്ച തന്നെയാണ്. എന്തായാലും അടുത്ത നക്ഷത്രം നോക്കാം. അടുത്ത രാശി ഏതാന്ന് നോക്കാം. അതിൽ നക്ഷത്രവും ഏതാന്ന് നോക്കാം. അടുത്ത രാശി തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിരയുടെ അരഭാഗം, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം ചേർന്ന നക്ഷത്രക്കാർക്ക് ഇതും ഈ ശുക്രന്റെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് ഏറെ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. ശുക്രന്റെ സ്വന്തം രാശിയായ തുലാം രാശിക്കാർക്ക് അത് കുറച്ചുകൂടെ ഗുണഫലങ്ങൾ ഇരട്ടിയാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് വിവാഹം, പ്രണയം ഒക്കെ ഒരു ദൃഢതയില്ലാതെ പോകുന്നവർക്കൊക്കെ പ്രണയബന്ധങ്ങളൊക്കെ ദൃഢമാവാനും അത് മുഖാന്തരം അത് വിവാഹത്തിലേക്ക് എത്താനും, വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ഈ സമയം നടക്കാനും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും, തൊഴിൽ മേന്മയുണ്ടാവാനും ഈ തുലാം രാശിക്കാർക്ക് സാധിക്കുന്നതായിരിക്കും. എന്തായാലും അടുത്ത രാശി ഏതാന്ന് നോക്കാം. അടുത്ത രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ശുക്രന്റെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് ഏറെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക മേന്മ കൂടാൻ സാധ്യത കൂടുതലാണ്.
തൊഴിലിൽ മുന്നേറ്റമുണ്ടാകും. വിവാഹ വാഗ്ദാനങ്ങൾ നൽകി നടക്കുന്നവർക്ക് വിവാഹം കൃത്യമായി നടക്കാൻ ഒരു അവസരം വരും. വിവാഹത്തിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. വിവാഹം വാഗ്ദാനങ്ങളൊക്കെ നൽകി നടക്കുന്ന ആൾക്കാർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയാണെങ്കിൽ അത് ഈ ഒരു സമയം അവർക്കത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും, ജോലിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാകും. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് ഒരു ഇരട്ടി ലാഭത്തിന്റെ ഒരവസ്ഥയിലേക്ക് ഈ ഒരു 10 ദിവസം കൊണ്ട് തന്നെ മാറ്റം വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. എന്തായാലും അടുത്ത രാശി മിഥുനം രാശിയാണ്. ശുക്രന്റെ ഈ നക്ഷത്ര മാറ്റം കൊണ്ട് മിഥുനം രാശിക്കാർക്ക് ഗുണം ചെയ്യും. മകീരം അര, തിരുവാതിര, പുണർന്നതിന്റെ 1/4 ഭാഗം ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഏറെ ഗുണങ്ങളായിരിക്കും ഈ ശുക്രന്റെ നക്ഷത്ര മാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. പ്രണയബന്ധങ്ങൾ അലസിപ്പിരിഞ്ഞവർക്ക് അത് പുനഃസ്ഥാപിക്കാനും വിവാഹത്തിലേക്ക് എത്തി നിൽക്കാനും വിവാഹം നടക്കാനും തടസ്സപ്പെട്ട് കിടക്കുന്ന പല പ്രവർത്തികളും പുനരാരംഭിക്കാനും പുതിയ ജോലി കണ്ടെത്താനും വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങളും ഈ ഒരു സമയം ഇവരെ തേടിയെത്തുന്നതായിരിക്കും. എല്ലാ ഗുണഫലങ്ങളും ഈ രാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാ അമാവാസി കറുത്ത വാവ് നിങ്ങളുടെ നക്ഷത്രത്തിൽ പൂജയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർ നക്ഷത്രവും പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതക പരിശോധന ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജാതകത്തിന്റെ കോപ്പി, ജാതകമില്ലാത്തവർ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അയച്ചു തരിക. കൃത്യമായി നോക്കിയതിന് ശേഷം നിങ്ങളെ പൂർണ്ണ വിവരം അറിയിക്കുന്നതായിരിക്കും. എന്തായാലും എല്ലാ അഭിവൃദ്ധിയും ഭഗവാൻ